ഹലോ എവരിയോൺ, എല്ലാവർക്കും ഡിജിറ്റൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ തന്നെ മീഷോ, മൈത്ര തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിങ്ങിലെ പ്രൊഡക്റ്റുകളുടെ ലിങ്ക് എങ്ങനെ നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അഫിലിയേറ്റ് ലിങ്ക് എങ്ങനെ നമുക്ക് തുടങ്ങാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മന്ത്ലി നമുക്ക് ജെന്യുവിനായിട്ട് തന്നെ നമുക്കൊരു 20,000 തൊട്ട് 40,000 രൂപ വരെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ ബെല്ലൈക്കണും ഓൺ ആക്കരുത്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഗൈസ്. ഇതിൽ എങ്ങനെ നമ്മൾ ലിങ്ക് ജനറേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം, എങ്ങനെയാണ് അത് നമുക്ക് പ്രൊമോഷൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഗൂഗിൾ പേയിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മൈത്ര, മീഷോ തുടങ്ങി ഓൺലൈൻ ഷോപ്പുകളുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടെലിഗ്രാം തുടങ്ങി നമുക്ക് ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒറ്റ രീതിയിൽ നമുക്ക് എങ്ങനെ അപ്ലിക്കേറ്റ് തുടങ്ങാം എന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കരുതും ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇത്രത്തോളം ഫോളോവേഴ്സൊക്കെ വേണ്ടേ, 1000 ഫോളോവേഴ്സൊക്കെ വേണമല്ലോ. അതൊന്നും വേണ്ട. 0 ഫോളോവേഴ്സ് ഉള്ളവർക്കും വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗത്തെത്തും. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് സൈനപ്പ് ആൻഡ് ലോഗിൻ എന്നൊക്കെ കാണാൻ കഴിയും. ഇതിൽ ഓൾറെഡി ഇതിൽ അക്കൗണ്ടിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ സൈനപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ 3 ഓപ്ഷൻ നമുക്ക് ഷോ ആയി വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഷോപ്പർ, ക്യാരക്ടർ, അതുപോലെ തന്നെ ബ്രാൻഡ് എന്ന് പറയുന്ന 3 ഓപ്ഷന്. ഇതിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ക്യാഷ് ആണ് ഉണ്ടാക്കേണ്ടത്. അഫിലിയേറ്റ് പ്രോഗ്രാം വഴി ക്യാഷ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്യാരക്ടർ ആയിട്ടുള്ള ഈ രണ്ടാമത്തെ ബിക്കെയിം എ ക്യാരക്ടർ എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതാ ചെറിയ രീതിയിലൊരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഏതാണോ നിങ്ങൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അതിലേക്കൊരു OTP വരുന്നതാണ്. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. വളരെ സിമ്പിളാണ്. അതിനുശേഷം നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. അത്ര ഇതിലേ ഉള്ളൂ. വളരെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൊക്കേര എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അതിനുശേഷം ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ വന്നാൽ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും അതിൻ്റെ സ്റ്റാറ്റസും ഏർണിങ്സും അക്കൗണ്ടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ്, അതെ, ഫുള്ള് ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഒന്നുകൂടെ സൂമാക്കി നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ ഇടത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര % കമ്മീഷൻ ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒറ്റയടിക്ക് ഏൺ നൗ എന്നതിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കമ്മീഷൻ, ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ കമ്മീഷന് 72 മണിക്കൂർ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് കുറച്ച് ഓവറല്ലേ. അത് ഇതിൽ 72 മണിക്കൂറിന് കൊടുത്തതാണ്. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട്, ആ കമ്മീഷൻ
ക്രെഡിറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ചില നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ 72 മണിക്കൂർ അല്ലെങ്കിൽ 72 എന്ന് പറയുന്ന ഈ അവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റോറിന് ഒരു പേര് കൊടുക്കേണ്ടതുണ്ട്. ഗൈസ് നിങ്ങളുടെ സ്റ്റോറിന് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അക്കൗണ്ടിന് നിങ്ങളുടെ സ്റ്റോറിന് ഒരു പേര്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര്, ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ മൈ സ്റ്റോർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ സ്റ്റോറിൻ്റെ ID ഇവിടെ ഷോ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇടത്തെ സൈഡിൽ നിങ്ങളുടെ അക്കൗണ്ട്, ഏർണിങ്സ്, നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഇവിടെയും കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അപ്ഡേറ്റിൽ നമുക്ക് അങ്ങനെ ലിങ്ക്, ഇതിൽ നിന്ന് നമുക്ക് ലിങ്ക്, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത്. ഓരോ സ്റ്റെപ്പും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ ഇടതുവശത്തുള്ള ഈ ഒരു ഓപ്ഷനിൽ ഓട്ടോ DM എന്ന് പറയുന്ന സെറ്റപ്പ് അത് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഓട്ടോ DM ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ ഒരു വെബ്സൈറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഒന്ന് തുടരെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി കണക്ട് ആണ്, അതുകൊണ്ട് ഇവിടെ ഇൻസ്റ്റഗ്രാം കണക്റ്റഡ് എന്നാണ് കാണുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ കണക്ട് എന്ന് കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് വഴി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വരിക, എനേബിൾ ഓട്ടോ DM എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ഓൺ ചെയ്തിടുക. ഇത് ഓഫിലായിരിക്കും, അത് നിങ്ങൾ ഓൺ ചെയ്തിടുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഓൾറെഡി ഓൺ ആണ്, അത് അങ്ങനെ തന്നെ ഓൺ ചെയ്ത് ഇട്ടേക്കുക. വീണ്ടും താഴത്തോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ട്രിഗർ കീവേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും, അവരുടെ DMലേക്ക് മെസ്സേജ് പോകണം. അതിന് നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇവിടെ ഓട്ടോ DM അല്ലെങ്കിൽ ട്രിഗർ കീവേഡ് എന്ന് പറയുന്നത്. അവർ എന്താണോ നമുക്ക് മെസ്സേജ് അയക്കുന്നത്, ഇപ്പോൾ നമ്മൾ റീൽസിൽ നമ്മൾ പറയുകയാണ് ലിങ്ക്, ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട്. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കീവേഡുകൾ നമുക്കിവിടെ ഉപയോഗിക്കാം. കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് ലിങ്കിന് പകരം അവർ ചിലപ്പോൾ നമുക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഹൗ മച്ച് അല്ലെങ്കിൽ പ്ലീസ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ഓഫർ അല്ലെങ്കിൽ ഷോപ്പ്, പ്രൊഡക്റ്റ് എന്ത് അല്ലെങ്കിൽ ഐ വാണ്ട്, ഐ നീഡ് എന്നൊക്കെ എന്ത് വേണമെങ്കിലും അവർ മെസ്സേജ് അയക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ അതിന് നമുക്ക് DMലേക്ക് മെസ്സേജ് പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി ലിങ്ക് അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ DM ഈ മൂന്നെണ്ണം ഇവിടെ ഓൾറെഡി ഉണ്ടാവും. കൂടുതൽ കുറച്ച് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കീവേഡ് ഇതിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വെൽക്കം മെസ്സേജ്, അവർ മെസ്സേജ് ചെയ്ത് അതേ സമയം അവർക്ക് വെൽക്കം മെസ്സേജ് പോകാനുള്ള വേർഡുകൾ ഇവിടെ ഓൾറെഡി 3 സെറ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് റീപ്ലൈ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് താങ്ക്സ് സോ മച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലീസ് വെയിറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. നിങ്ങൾ ഓട്ടോ DM ഇവിടെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ടെലിഗ്രാം സെറ്റപ്പ് ചെയ്യാം. ടെലിഗ്രാമിലേക്ക് വേണമെങ്കിൽ ആക്സസ് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യേണ്ട മെത്തേഡാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് അക്കൗണ്ട് നമ്പർ, ബാങ്കിൻ്റെ IFSC കോഡ്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ പേര് HDFC, SBI, കാനറ ബാങ്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഫെഡറൽ ബാങ്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കാം. അതിനുശേഷം സേവിങ്സ് എന്നുണ്ടാവും, അതിൽ കറണ്ട് അല്ലെങ്കിൽ ഓതേഴ്സ് ഏത് വേണമെങ്കിലും ഇവിടെ സേവിങ്സ് തന്നെയാണ് ഓൾറെഡി ഇവിടെ കിടക്കുന്നത്, അത് അങ്ങനെ തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്റ്റോറിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഒരു പ്രൊഫൈൽ ലോഗോ കൊടുക്കുക, ഒരു പേര്. നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
ഇവിടെ താഴത്ത് മൈ ഏർണിങ്സ്, റെഫറൽസ് എന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോറിന് ഒരു പേര്, ഒരു ലോഗോ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് ഹോമിലേക്ക് വരിക. വന്നിട്ട് നമുക്കിവിടെ ഒരു അഫിലിയേറ്റ് ലിങ്ക് തുടങ്ങാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഓൾറെഡി മീഷോൻ്റെ ആപ്പ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അങ്ങനെ ഏതെങ്കിലും മേത്ര അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് 4 ഉണ്ടാവും നിങ്ങളത്. അപ്പോൾ ഗൈസ് ഇതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് ഫ്ലിപ്കാർട്ടാണ്. എൻ്റെ അടുത്ത് ഫ്ലിപ്കാർട്ടിൻ്റെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അതെ, ഞാൻ ഫ്ലിപ്കാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ സാധാ ഞാൻ പർച്ചേസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. അതിൽ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ക്ലോത്ത്, പെർഫ്യൂംസ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ഇലക്ട്രോണിക്സ്, മൊബൈൽ, അതുപോലെ തന്നെ ഷൂവ്, ഫാൻസി ആക്സസറീസ്, പെർഫോംസ്, അതുപോലെ തന്നെ ആഡ്വൈസ്, ഹൗസ്, ഹോം, എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഇതിന് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു വാച്ച് ഗൈസ്, ഒരു വാച്ചാണ് ഞാനിവിടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വാച്ചിൻ്റെ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വാച്ചിൻ്റെ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തേക്കാം. നിങ്ങളുടെ ലിങ്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഈ വാച്ചിൻ്റെ ഒരു ഫോട്ടോസാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് എന്നോ കോപ്പി എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഫോട്ടോസ് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്തിടുക കേട്ടോ. ഒരു ഫോട്ടോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സേവ് ചെയ്തിട്ട് വെക്കുക വാച്ചിൻ്റെ. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിലോട്ട് പോവുക. വീണ്ടും ഫ്ലിപ്കാർട്ടിൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ പോവുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഫോട്ടോസിൻ്റെ അടുത്ത്. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി ലിങ്ക് വാട്സപ്പ് എന്നൊക്കെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലിങ്കിനെ ഒന്ന് കോപ്പി ചെയ്തിടുക. അതല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഏത് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഇവിടെ മുകളിൽ കാണാൻ കഴിയും. ഓൾറെഡി അതിന് ഒരു ഓഫർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തതിനു ശേഷം വീണ്ടും സൊക്കേറ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ വരിക. വന്നിട്ട് ഇനി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തല്ലോ, ആ ലിങ്കിനെ നമുക്ക് എന്ത് ചെയ്യണം, ആ ലിങ്ക് നമുക്ക് ജനറേറ്റ് ചെയ്തൊന്ന് ഷോർട്ട് ആക്കണം, നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആക്കണം. എന്നാലേ നമുക്ക് ഏർണിങ്സ് ലഭിക്കുകയുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ഷെയർ ചെയ്യരുത്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാം. ഇവിടെ മുകളിൽ മേക്ക് എ ലിങ്ക് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ബ്രാൻഡുകളൊക്കെ താഴെ കാണാൻ കഴിയും. ക്രിയേറ്റ് എ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കണം. ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ ഹൗ ടു മേക്ക് എ ലിങ്ക് എന്ന് പറയുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത ലിങ്കിനെ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ലിങ്ക് പ്രൊഡക്റ്റ് എന്ന് കാണാൻ കഴിയും. അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ. അതിനുശേഷം മേക്ക് എ ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ഇവിടെ കറക്റ്റ് ലിങ്ക് ജനറേറ്റ് ആയ ലിങ്ക് ഇവിടെ ഷോ ആവുന്നതാണ്. അത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തു. ഓക്കെ, അത് കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്ത ലിങ്കിനെ നമ്മൾ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്തിടുക. ഓക്കെ, ആ ഒരു ലിങ്കാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടും. നമ്മൾ വിചാരിക്കും നമ്മുടെ ലിങ്ക് കയറി കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. എന്നാലും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഈ ഒരു കമ്പനികൾ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ക്യാഷ് ബാക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളും റെഫർ ചെയ്യാൻ
ഓപ്ഷനും കാര്യങ്ങളും, ക്യാമ്പയിന്, ആഡ്സ്, ബ്രാൻഡ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് സൊക്കേറ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ റിവ്യൂ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ലക്ക്.